പ്രിയപ്പെട്ടവരെ, ചരിത്രവും സഞ്ചാരവും കാണിക്കുന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മൃഗരാജാക്കന്മാർ സ്വൈരവിഹാരം നടത്തുന്ന കാടിനുള്ളിലേക്ക് ഒരു സഫാരി പോകാം. ബാംഗ്ലൂരിലെ ബന്നാർഘട്ട് ബയോളജിക്കൽ പാർക്കിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് പാർക്കിൻ്റെ പ്രവേശന കവാടത്തിലാണ്. ബന്നാർഘട്ട് നാഷണൽ പാർക്കിൻ്റെ വിസ്തീർണം ഏകദേശം 260 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കയറുമ്പോൾ ഇടത് സൈഡിൽ നിറയെ സ്റ്റാളുകളാണ്. രാവിലെ സ്റ്റാളുകൾ തുറക്കുന്നതേയുള്ളൂ. ഇവിടെ ആകുന്നതും രാവിലെ വേണം. 9 മണിക്കാണ് ഓപ്പൺ ആവുക. കാരണം ചൂട് കൂടുതലാണെങ്കിൽ മൃഗങ്ങൾ ഉൾക്കാടിലേക്ക് പോകും. പിന്നെ അവയെ സഫാരിയിൽ കാണാൻ സാധിക്കില്ല. വലത് സൈഡിൽ മനോഹരമായ ഗാർഡനാണ്. കുട്ടികൾക്കായി ധാരാളം ടൂൾസുകളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഏതാനും 22 കിലോമീറ്റർ മാത്രം അകലെയാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ പ്രകൃതിയുടെ മറ്റൊരു ലോകത്തെ എത്തിയതുപോലെ നമുക്ക് തോന്നും. ഈ മരച്ചുവട്ടുകളിൽ അല്പസമയം വിശ്രമിക്കുകയും ചെയ്യാം. സഫാരിക്കും സൂ കാണുന്നതിനുമായി ഒരു ടിക്കറ്റാണ്. നോൺ AC വാഹനങ്ങൾക്ക് 350 രൂപയും AC വാഹനങ്ങൾക്ക് ഒരാളിന് 500 രൂപയുമാണ് ടിക്കറ്റ്. ടിക്കറ്റ് എടുത്താൽ പ്രവേശന കവാടം ഇതാണ്. ഈ കവാടം കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും. അത്ര മനോഹരമായിട്ടാണ് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് സഫാരി. സാധാരണ മൃഗശാലകളിൽ കാണുന്നത് പോലെ മൃഗങ്ങൾ കൂട്ടിലല്ല, പകരം വിശാലമായ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിലാണ് അവയെ സംരക്ഷിച്ചിരിക്കുന്നത്. സന്ദർശകരായ നമ്മളാണ് സുരക്ഷിത വാഹനത്തിൽ അവരുടെ മുന്നിലേക്ക് പോകുന്നത്. ചായങ്ങൾ കൊണ്ട് ചാലിച്ചെടുത്ത വർണ്ണചിത്രം പോലെ ഈ പ്രവേശന കവാടം വളരെ സുന്ദരമാണ്. ഇതാണ് സഫാരിക്ക് വേണ്ടി വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന സ്ഥലം. ഇവിടെ വെച്ച് ആളുകളെ രണ്ടായി വേർതിരിക്കും. AC വാഹനത്തിൽ പോകുന്നവരും നോൺ AC വാഹനത്തിൽ പോകുന്നവരും. ഈ കാണുന്നത് AC വാഹനത്തിൽ പോകുന്നവരാണ്. AC വാഹനത്തിന് പുറകെ നോൺ AC വാഹനവും ഒന്നിടവിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ സഫാരി യാത്ര ആരംഭിക്കുകയാണ്. വനപാതയിലൂടെ വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ പാറക്കൂട്ടങ്ങളും പുൽമേടുകളും കുന്നുകളും അകലെ വനങ്ങളും വ്യത്യസ്തമായ കാടും ഓരോ നിമിഷവും പുതിയ കാഴ്ചകൾ. എൻ്റെ വാഹനത്തിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. എല്ലാ പേരും സന്തോഷത്തിലാണ്. കമ്പി വേലി കെട്ടിയ കൂടിനുള്ളിലാണ് യാത്രക്കാർ. ഈ വേലിക്കിടയിലൂടെ വനരാജാക്കന്മാരെ നമുക്ക് നേരിൽ കാണാം. ആദ്യം കാണുന്നത് മാനുകളെയാണ്. അവ കൂട്ടമായി വന്ന് ഭക്ഷണം കഴിക്കുന്നു. ഞാൻ കമ്പിവേലിക്കിടയിലൂടെ ക്യാമറയെ പുറത്തേക്ക് നീട്ടിവെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു അളവ് വരെ എൻ്റെ ക്യാമറയിൽ അവയെ നേരിൽ കാണുന്നത് പോലെ കാണാൻ കഴിയുന്നു. വീണ്ടും മാൻകൂട്ടത്തിൻ്റെ അടുത്തേക്ക്. അതായത് നിരുപദ്രവകാരികളായ മൃഗങ്ങളാണ് ഉള്ളത്. അവയ്ക്ക് ഒരു പ്രത്യേക സ്ഥലമാണ്. റോഡിൻ്റെ സൈഡിൽ തീറ്റയും വെള്ളവും കൊടുക്കുന്നുണ്ട്. അത് തിന്നാൻ അവ കൂട്ടത്തോടെ അവിടെ എത്തും. വാഹനം അതിനടുത്ത് നിർത്തും. സഞ്ചാരികൾക്ക് കമ്പി അഴികൾക്കിടയിലൂടെ അവയെ നേരിട്ട് കാണാൻ കഴിയും. സസ്യസമൃദ്ധമായ വനഭാഗങ്ങളാണ് ഇവിടെയുള്ളത്. നഗരജീവിതത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്ന് അകന്ന് പക്ഷികളുടെ ശബ്ദവും മരങ്ങളുടെ തണലും ഈ യാത്രയെ സുന്ദരമാക്കുന്നു. ഇവിടെ തീറ്റ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു തടാകമുണ്ട്. ഇന്നത് ഒരു പ്രശസ്ത വന്യജീവി സങ്കേതവും ബയോളജിക്കൽ പാർക്കുമാണെങ്കിലും നൂറ്റാണ്ടുകളായി ഈ പ്രദേശം കാടുകളും വന്യജീവികളും നിറഞ്ഞ വനമേഖലയായിരുന്നു. ബന്നാർഘട്ട് ബയോളജിക്കൽ പാർക്ക് ഉൾപ്പെടുന്ന വനമേഖല 1970കളിൽ സംരക്ഷിത മേഖലയായി വികസിക്കപ്പെട്ടു. തുടർന്ന് 1974 ബന്നാർഘട്ട് നാഷണൽ പാർക്ക് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ബന്നാർഘട്ട് എന്ന പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. കന്നഡയിൽ ഘട്ട് എന്നത് മലമ്പാത അല്ലെങ്കിൽ കുന്നിൻ ചരിവ് എന്നർത്ഥം വരുന്നു. ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് വന്നതെന്ന് പൊതുവായ വിശ്വാസം. വാഹനം മുന്നോട്ട് പോകുമ്പോൾ ദൂരെ ഒരു കൊമ്പൻ സസ്യഭുക്കുകളെയാണ് ആദ്യം നമ്മൾ കാണുന്നത്. വനരാജാക്കന്മാർ ഉൾവനത്തിലല്ലേ ഉണ്ടാവൂ. ഇതാ ഇവിടെ ഒരു കാട്ടാനക്കൂട്ടം, തൊട്ടടുത്ത് ഒരു തടാകവും. വേനലായതുകൊണ്ടാവാം വെള്ളത്തിന് അത്ര ശുദ്ധതയില്ല.
പുല്ലും ആഹാരങ്ങളും ഇവിടെ കൊടുക്കുന്നത് കൊണ്ടാണ് അവ ഇവിടെ നിൽക്കുന്നത്. ഇതൊക്കെ കഴിച്ച് നിൽക്കുമ്പോഴും അവന് കുളിക്കാൻ ജലം അല്ല വേണ്ടത്, മണ്ണ് കുത്തിമറിച്ച് ആ പൊടിമണ്ണ് ദേഹത്ത് വാരി വിതറി പൊടിമണ്ണിൽ കുളിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നോക്കൂ. അടുത്ത് കാണുന്നത് കരടിയാണ്. അവൻ ആരെയും പേടിയില്ല. റോഡിൻ്റെ സൈഡിൽ പകുതി മയക്കത്തിലാണ്. 2002 ബയോളജിക്കൽ പാർക്ക് പ്രത്യേകം വികസിക്കപ്പെട്ടത്. സാധാരണ മൃഗശാലകളിൽ നിന്നും വ്യത്യസ്തമായി മൃഗങ്ങൾക്ക് കൂടുതൽ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ ഒരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കരടികൾ പൂർണ്ണമായും സസ്യഭുക്കുകളല്ല. ചിതലുകൾ, ഉറുമ്പുകൾ, തേൻ, പഴങ്ങൾ, കിഴങ്ങുകൾ തുടങ്ങി പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചിതലുകളും ഉറുമ്പുകളും തേടുകയാണ് ഇവിടെ ഒരാൾ. ഇവിടെ ഇങ്ങനെയാണ്. മാംസഭുക്കുകൾക്ക് ആവാസ വ്യവസ്ഥ വേറെയാണ്. സിംഹവും പുലിയും ഓരോ ഏരിയയിലാണ്. ഓരോ സ്ഥലവും വലിയ ഇരുമ്പ് ഗേറ്റും ഇടനാഴിയുമായി മാറ്റിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും സെക്യൂരിറ്റിയുണ്ട്. വാഹനം വരുമ്പോൾ അവർ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. പുറത്തുനിന്നും അകത്തേക്കും അവിടെ നിന്ന് വീണ്ടും പുറത്തേക്കും, അങ്ങനെ പല പല ഗേറ്റുകൾ. ഇവിടെ നോക്കൂ, ഒരു പുള്ളിപ്പുലി. അവൻ മരത്തിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. കാട്ടിൽ വളരുന്നത് കൊണ്ട് നല്ല തീറ്റ കൊടുക്കുന്നുണ്ടാവും. തടിച്ചു കൊഴുത്ത് ആരോഗ്യവാനായവൻ. മറ്റൊരു ഗേറ്റ്. കാട്ടുരാജാക്കന്മാർ ഒരു സ്ഥലം സ്വന്തമാക്കി അവിടെയാണ് തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ച് കഴിയുക. അവിടെ മറ്റാരെയും കടക്കാൻ അവർ സമ്മതിക്കില്ല. ഇവിടെ ഒരു സൈഡിൽ സിംഹവും മറ്റേ സൈഡിൽ കടുവയുമാണ്. കടുവ പ്രത്യേക സ്ഥലത്താണ്, എന്നാൽ വാഹനത്തിൻ്റെ അരികിൽ സിംഹങ്ങളുണ്ട്. കടുവയും സിംഹവും തമ്മിൽ എപ്പോഴും ശത്രുക്കളാണല്ലോ. അവർ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. പക്ഷേ ഒരു കൂട്ടിൽ കമ്പിവേലിക്കപ്പുറം ഉള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാഴ്ച മനോഹരമാണ്. ഇങ്ങനത്തെ കാഴ്ചകൾ അത്യപൂർവമായി നമുക്ക് കാണാൻ കഴിയും. സിംഹങ്ങളെ കൂടുതലും കൂട്ടമായും മരച്ചൂട്ടിൽ വിശ്രമിക്കുന്നതുമാണ് സാധാരണ കാഴ്ചകൾ. പൂച്ചക്കുഞ്ഞുങ്ങളെപ്പോലെ ഇവിടെ ഇതാ ചാടിമറിയുന്ന ചിലർ. അവർ മാന്തുന്നു, കെട്ടിപ്പുണരുന്നു. ഇതൊരു അത്ഭുത കാഴ്ചയാണ്. ലോകമെമ്പാടും കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന സിംഹം ശക്തിയും ഗാംഭീര്യവും കൊണ്ടാണ് പ്രശസ്തമാകുന്നത്. കൂട്ടമായി ജീവിക്കുന്ന ജീവിയാണ് സിംഹം. ഇവിടുത്തെ മുളങ്കാടുകളും കാലാവസ്ഥയും മൃഗങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. കുറേ സമയം ചാടിക്കളിച്ച് മാറി നിന്നിട്ട് അവ വിശ്രമത്തിനായി പോകുന്നു. ഇപ്പോൾ മുന്നിൽ ഒരു ആൺസിംഹമാണ് കാഴ്ച. 3-4 വർഷം കൊണ്ടാണ് ഒരു ആൺസിംഹം പൂർണ്ണ വളർച്ചയെത്തുന്നത്. പ്രായപൂർത്തിയായാൽ സ്വന്തം കൂട്ടം രൂപീകരിക്കാനോ മറ്റൊരു കൂട്ടത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനോ ശ്രമിക്കും. ഇതിൻ്റെ ആയുസ് ശരാശരി 10 മുതൽ 14 വർഷം വരെയാണ്. ഇപ്പോൾ ഇവൻ ശക്തനാണ്. തൻ്റെ ശക്തമായ ഗർജനത്തിലൂടെ 8 കിലോമീറ്റർ വരെയുള്ള ദൂരം മറ്റ് ജീവികൾക്ക് ഭയമുണ്ടാക്കാൻ അവന് കഴിയും. അതുകൊണ്ടാണ് സിംഹത്തെ കാട്ടിലെ രാജാവ് എന്ന് വിളിക്കുന്നത്. ആൺസിംഹങ്ങളുടെ ജീവിതം പോരാട്ടങ്ങളുടെ കഥയാണ്. ചെറുപ്പത്തിൽ കൂട്ടത്തിൻ്റെ നേതാവായി ജീവിക്കുന്ന ആൺസിംഹം പ്രായം കൂടുന്നതോടെ ശക്തി ക്ഷയിച്ച് ദുർബലനാകും. മറ്റ് ആൺസിംഹങ്ങൾ അതിൻ്റെ നേതൃത്വത്തെ വെല്ലുവിളിക്കും. പോരാട്ടത്തിൽ പരാജയപ്പെട്ടാൽ കൂട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടും. പിന്നെ കാലം മുഴുവനും ഒറ്റയ്ക്കാണ്. ഒരുപക്ഷെ ഇവനും ഈ സമയം അങ്ങനെയാവാം, ഒറ്റയ്ക്കാണ്. വാഹനത്തിൻ്റെ കമ്പി അഴികൾക്കുള്ളിലെ വിടവിലൂടെ കാണുന്നത് അത്യപൂർവമായ വെള്ളക്കടുവയാണ്. ബംഗാളി ടൈഗർ ജനിതക വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ഒരു നിറവ്യത്യാസമാണ് വെള്ളക്കടുവ. വെള്ള നിറത്തിലുള്ള ശരീരവും കറുത്ത വരകളും നീല നിറത്തോട് സാമ്യമുള്ള കണ്ണുകളുമാണ് ഇവയുടെ പ്രധാന പ്രത്യേകതകൾ. ഈ നിറം കാരണം കാട്ടിൽ ഒളിഞ്ഞിരുന്ന് വേട്ടയാടാൻ ഇവയ്ക്ക് ബുദ്ധിമുട്ടാണ്. വന്യജീവി ലോകത്തെ ഒരു അത്ഭുത കാഴ്ചയാണിത്. വേലിക്ക് പുറത്ത് ഒരാൾ കിടപ്പുണ്ട്. ഇന്ത്യയുടെ ദേശീയ മൃഗമായ ബംഗാൾ ടൈഗർ. അവൻ്റെ ശരീരവും കിടപ്പും തന്നെ ഒരാഢ്യത്വമായി തോന്നുന്നു, ഇല്ലേ? ബന്നാർഘട്ട് നാഷണൽ പാർക്കിലൂടെയുള്ള നമ്മുടെ ഇന്നത്തെ സഫാരി അവസാനിക്കുകയാണ്. സിംഹങ്ങൾ, കടുവകൾ, കരടികൾ, നിരവധി വന്യജീവികളെ നേരിട്ട് സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ കാണാൻ കഴിഞ്ഞു. ഈ യാത്ര നമ്മെ വന്യജീവികളുടെ സൗന്ദര്യം കാണിച്ചു തന്നതിനൊപ്പം പ്രകൃതിയെയും വനങ്ങളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇത്തരം യാത്രയും ചരിത്രവും അറിയാനുള്ള വീഡിയോകൾക്കായി പാത്സ് ഓഫ് KS എന്ന
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.